വൈജയന്തിയുടെ അഹങ്കാരം ശമിപ്പിച്ച് ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ മനസ്സ് തളർന്ന് ശരീരം തളർന്ന് നിൽക്കുന്ന ബാലചന്ദ്രനെയാണല്ലോ. ബാലചന്ദ്രൻ ആകെ സങ്കടത്തിലാണ് എന്ന് കാണാം. അതായത് തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത്, തൻ്റെ ഭാര്യ തന്നെ ചതിച്ചതോർത്ത് വളരെയധികം മനസ്സ് തകർന്നിരിക്കുകയാണ്. ഒടുവിൽ ബാലചന്ദ്രൻ മദ്യത്തെ ആശ്രയിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ബാറിൽ പോയിരുന്ന് മദ്യം കഴിക്കുന്നുണ്ട് എന്ന് കാണാം. ഇതേ സമയം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടാ എന്തിനാണ് ഇങ്ങനെ മദ്യവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിന് മാത്രം എന്താണ് ബാലേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. എടോ ഗോവർദ്ധ, താൻ ഈ വേദന അനുഭവിച്ചിട്ടുണ്ടോടോ? എല്ലാവരേക്കാളും പറ്റിക്കപ്പെട്ട് എല്ലാവരാലും ഒറ്റപ്പെട്ടുള്ള ഒരവസ്ഥ. താനിപ്പോൾ ജീവിക്കുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഈ ബാലേന്ദ്രൻ പണ്ടേ പോയനേടോ എല്ലാം അവസാനിപ്പിച്ച് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനാ ബാലേട്ടാ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത് എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല, അത് സംഭവിക്കാൻ പോവാമായിരുന്ന കാഴ്ച തന്നെയാണ് എന്ന് പറയുന്നു. ഒടുവിൽ അലീനയെപ്പോലെ ഒരു മകളെയും ദൈവം എനിക്ക് സമ്മാനിച്ചപ്പോൾ എനിക്ക് നിൽക്കാനായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്ന് ഗോവർദ്ധനോട് സ്റ്റാൻലി പറയുകയാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ മദ്യം കുടിച്ചത് ബാലേട്ടൻ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്ക് എന്ന് പറയുന്നു. അവിടെ പിള്ളേരും ചേച്ചിയൊക്കെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഏത് ചേച്ചി? അവൾ ഏതു നേരവും എന്നോട് യുദ്ധത്തിന് വരാനായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവരുടെ വിചാരം എനിക്കൊന്നും ഇപ്പോഴും അറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ അവളെ വീണ്ടും ചുമക്കുമെന്നാണ്. അവൾ എന്നെ ചതിച്ചത്, പറ്റിച്ചത്, വഞ്ചിച്ചത് ഒന്നും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല ഗോവർദ്ധ. എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. പലിശ സഹിതം ഞാനിത് അവൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ, അത് ബാലേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇപ്പോൾ ബാലേട്ടൻ്റെ മക്കളെ ഓർത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് പറയുമ്പോൾ, അത് ശരിയാണ്. എൻ്റെ മക്കൾ എൻ്റെ പോലെ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഫലമായിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാം. എൻ്റെ മക്കളാണ് എനിക്ക് എല്ലാം ഇപ്പോൾ എന്ന് പറയുന്നു. അലീന എൻ്റെ മക്കളുടെ ഇടയിലുള്ള ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ എടുത്തു കളഞ്ഞ് അവരെ ഒറ്റക്കെട്ടാക്കിയിട്ടാണ് അവൾ പോയത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധിയിൽ തന്നെ താങ്ങാൻ, തന്നെ സപ്പോർട്ട് ചെയ്യാൻ തൻ്റെ മക്കളുണ്ട് എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുമ്പോൾ, അതൊരു വലിയ കാര്യമല്ലേ? ആ മക്കളെ വിഷമിപ്പിക്കാതെ നോക്കേണ്ടതും ബാലേട്ടൻ തന്നെയല്ലേ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നു. ഒടുവിൽ ഗോവർദ്ധൻ്റെ ചോദ്യത്തിലെ കഴമ്പ് ബാലചന്ദ്രന് മനസ്സിലാവുകയും ബാലചന്ദ്രൻ പോവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അച്ഛനെ കാണാത്ത വിഷമത്തിലാണ് കൃഷ്ണമോളെന്ന് കാണാനായിട്ട് കഴിയും. കൃഷ്ണമോൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം വൈജയന്തി വേണമെങ്കിൽ കണ്ണുങ്ങട്ട് കാത്തിരിക്കുകയാണല്ലോ ബാലചന്ദ്രൻ്റെ വരവിനായിട്ട്. അങ്ങനെ ഹോണിംഗ് ബെല്ലടിക്കുന്നു. ബാലചന്ദ്രൻ വന്നെത്തി കഴിയുമ്പോൾ വൈജ പോകുന്നില്ല. വൈജയ്ക്കറിയാം വൈജ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ വൈജ മാറി നിൽക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. കൃഷ്ണമോള് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കുകയാണ്, അകത്തേക്ക് കയറ്റുകയാണ്. അച്ഛനെ കണ്ടതും കൃഷ്ണമോൾ ആകെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ മദ്യപിച്ച് ആടിയുലഞ്ഞാണ് നമ്മുടെ ബാലചന്ദ്രൻ വന്നിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മളെ മോള് ചോദിക്കുന്നുണ്ട്, എന്തിനാച്ചാ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്?
എന്ത് കാര്യമുണ്ട് ഞങ്ങളെ വിഷമിപ്പിക്കുകയല്ലാതെ എന്ന് പറയുമ്പോൾ ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് കയറുമ്പോൾ വൈചയാണെങ്കിൽ ഇങ്ങനെ പുച്ഛഭാവത്തോടെ നിൽക്കുന്നത് മദ്യലഹരിയായ ബാലചന്ദ്രന് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താടി പുച്ഛഭാവത്തിൽ നിൽക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം എൻ്റെ ബാലചന്ദ്ര, നിങ്ങളിത് ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് നാണാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നിൻ്റെ അത്രയും നാണം കെട്ട പരിപാടിയൊന്നും ഈ ബാലചന്ദ്രൻ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒരിത്തിരി മദ്യം കഴിച്ചത് അത്ര വലിയ തെറ്റായിട്ടും ഈ ബാലചന്ദ്രന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ബാലചന്ദ്ര, ഞാൻ എന്ത് നാണം കെട്ട പരിപാടി കാണിച്ചെന്നാ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വൈജയ്, നിനക്കൊന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ, കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറയുന്നു. നിന്നെപ്പോലെ ഒരു ഭാര്യ കാരണം തകർക്കപ്പെട്ട ഒരു ഭർത്താവാണ് ഞാനെന്ന് ബാലചന്ദ്രൻ സ്വയമേ മുദ്ര കുത്തുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ബാലചന്ദ്രനോട് പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്കെന്താ പ്രാന്തായോ എന്ന് ശ്രദ്ധിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതെ, എനിക്ക് പ്രാന്താണ്. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്ന എൻ്റെ ഗതികേടാണ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, ഞാനല്ല വൃത്തികെട്ടത്, നിങ്ങളാണ് എന്ന് വൈജയന്തി പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ കഴിഞ്ഞ കാല കഥകൾ ഞാൻ പുറത്തേക്ക് വലിച്ചിട്ടാലുണ്ടല്ലോ വൈജയന്തി, നിൻ്റെ അഹങ്കാരവും നിൻ്റെ അഭിമാനവും എല്ലാം എൻ്റെ മുൻപിൽ കിടന്ന് വെന്തുരുകുമെന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നീ അധികം എൻ്റെ മെക്കെട്ട് കയറാനായിട്ട് വരണ്ട എന്നും എൻ്റെ തലയിൽ കയറാൻ നിൽക്കണ്ട എന്നും ബാലചന്ദ്രൻ വൈജയന്തിക്ക് താക്കീത് കൊടുക്കുന്നത് കാണാൻ കഴിയും. ഈ ബാലചന്ദ്രൻ എന്തു ചെയ്യുമെന്നോ എന്തു തീരുമാനിക്കുമെന്നോ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നോ നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. നീ അധികം നെകളിപ്പ് കാണിച്ചാൽ നിനക്ക് നല്ല അടിയും തരും ഞാനെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. നിൻ്റെ ആങ്ങളമാർ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നും ബാലചന്ദ്രൻ പറയുകയാണ്. ഇതിനിടയിൽ കൃഷ്ണമോള് ബാലചന്ദ്രനെ പിടിച്ചു മാറ്റുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്